ഇവിടുത്തെ ഒരു നിയമവ്യവസ്ഥ വെച്ച് ഇവന് എത്ര ശിക്ഷ കിട്ടുമെന്ന് പോലും അറിയില്ല. പ്രത്യേകിച്ച് മനോരോഗി എന്നൊരു ലേബൽ ഉള്ളത് കൊണ്ട് എത്ര നാൾ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പില്ല. ഇവനിപ്പോൾ നാളെ പുറത്തിറങ്ങിയിട്ട് തനിക്കെതിരെ മൊഴി പറഞ്ഞവരെ ആക്രമിക്കാനുള്ള അവിടുത്തെ ഭയം. അവിടെ പ്രചരിക്കുന്ന ഒരു കഥ അതാണ്. നമ്മൾ ആരെങ്കിലും മൊഴി പറയുകയാണെങ്കിൽ, മൊഴി നൽകുകയാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മളെയും സമാനമായ രീതിയിൽ ആക്രമിക്കും എന്നുള്ളതാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഈ മറ്റ് രണ്ട് സ്ത്രീകൾക്കും ഭയമുള്ളത് കൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വന്നാൽ കഥ തുറക്കില്ല. ഈ ജയാണെങ്കിലും ധന്യാണെങ്കിലും ഇവൻ വന്നാൽ കഥ തുറക്കാൻ നിൽക്കാറില്ല. അപ്പം ഇവനോട് ഒരു വെല്ലുവിളിക്ക് അങ്ങനെ മുതിരാൻ നിൽക്കാറില്ല. അങ്ങനെ മുതിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവൻ ഏത് സമയം പ്രകോപിതനാകും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാട്ടുകാരെ സമ്മതിക്കണം. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവന് കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുത്തു. ഇവനെ പിന്നെ മെഡിക്കൽ കൊണ്ടുപോയപ്പോഴും കോടതിയിലേക്ക് റിമാൻഡിന് കൊണ്ടുപോയപ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുത്തു. പിന്നെ ഏറ്റവും വലിയ ഒരു സംഭവം, നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, അതിൽ ഇവൻ്റെ വീട് പിന്നാലെ അടിച്ചു തകർത്തു. 2 ചെറുപ്പക്കാരാണ് അടിച്ചു തകർത്തത്. അതിലൊന്നൊരു ജിബിൻ, ഒന്ന് ഗോവിന്ദ്. ഈ ജിബിൻ എന്ന് പറയുന്നത് ആക്രമിക്കപ്പെട്ട ജിതിൻ്റെ കൂട്ടുകാരനാണ്. ഈ ഗോവിന്ദ് ആരാന്നറിയാമോ? ഇവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഈ ഋതുവിൻ്റെ. ഇവൻ്റെ വീട് അടിച്ചു തകർത്ത ഇതിൽ ഒരാളെന്ന് പറയുന്നത്, പിടിക്കപ്പെട്ട 2 പേരിൽ ഗോവിന്ദ് എന്ന് പറയുന്നത് ഈ ഋതു എന്ന് പറയുന്ന പിശാചെന്നേ അവനെ പറയാൻ പറ്റൂ. അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ ഗോവിന്ദ്.